ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തിരിക്കുന്നു ക്രൈംബ്രാഞ്ച്. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കേസിലെ ഒന്നാം പ്രതി. ഒപ്പം തന്നെ ദേവസ്വം ജീവനക്കാരും കേസിൽ പ്രതികളാകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 10 പേരാണ് നിലവിൽ ഈ കേസിലെ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. നിർണായകമായ നീക്കത്തിലേക്ക് ഇപ്പോൾ SIT പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഹൈക്കോടതി ഈ ഉത്തരവിറക്കി 24 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ആശയക്കുഴപ്പങ്ങളുടെ പേരിൽ FIR എടുക്കുന്നത് നീളുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ആശയക്കുഴപ്പം മാറിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസെടുത്തിരിക്കുന്നു. ഇനി ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടത് മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോഷണം, അതേപോലെ തന്നെ ഈ വിശ്വാസവഞ്ചന, കൂടാതെ കോൺസ്പിറസി, അതായത് ക്രിമിനൽ കോൺസ്പിറസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കുറ്റങ്ങൾ ചുമത്തിയിട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 10 പേർ പ്രതികളാക്കിയാണ് ഇപ്പോൾ കേസെടുത്തത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SIT സംഘം തിരുവനന്തപുരത്ത് തുടരുകയാണ്. സ്വാഭാവികമായും ഇവർ ഇപ്പോൾ നടത്തിയിട്ടുള്ള നിയമപരിശോധനയ്ക്ക് ശേഷം ആ കേസെടുക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചനകൾ. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാണ്. അതിൽ നേരത്തെ തന്നെ കോടതി ഡയറക്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് 2019 സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്.